കാശുള്ളവൻ്റെ മെനക്കേട് നിങ്ങൾ ഏറ്റെടുത്താൽ ആ ഏറ്റെടുക്കുന്നതിന് അവൻ കാശ് തരും. നൂഡിൽസിന് വില കുറവാണ്, പക്ഷെ മാഗിക്ക് വില കൂടുതലാണ്. വൈ? ചുമ്മാ വെള്ളത്തിൽ കലക്കി ചൂടാക്കിയാൽ മതി. ഇതിൽ ഉപ്പിട്ടിട്ടുണ്ട്, മസാല ഇട്ടിട്ടുണ്ട്, എല്ലാം ചിക്കൻ്റെ പീസും ഉണ്ട്, ക്യാരറ്റും ഉണ്ട്, എല്ലാം ഉണ്ട്. പൊട്ടിച്ച് വെള്ളത്തിലോട്ടിട്ട് കലക്കിയാൽ മതി. എനിക്ക് പണി കുറവാണ്, അതുകൊണ്ട് ഞാൻ കാശ് കൂടുതൽ തരാൻ തയ്യാറാണ്. മറ്റേ നൂഡിൽസ് വില കുറവാണ് ശരിയാ, പക്ഷേ ഞാൻ ചിക്കൻ അരിയണം, ഞാൻ പച്ചമുളക് എടുക്കണം, ഞാൻ ഉപ്പിടണം, ഞാൻ മസാല ഇടണം. ഉപ്പിടാനോ മസാല ഇടാനോ വല്ലതും നമുക്കറിയാവോ? അതുകൊണ്ട് മാഗിക്ക് വില കൂടുതലാണ്, നൂഡിൽസിന് വില കുറവാണ്. ഏത് പ്രൊഡക്റ്റും സർവീസും എടുത്തോ, കസ്റ്റമറുടെ മെനക്കേട് കുറയ്ക്കും തോറും നമുക്ക് പ്രൈസ് കൂട്ടാൻ പറ്റും. നിങ്ങളുടെ കസ്റ്റമറുടെ മെനക്കേട് നിങ്ങൾ ഏറ്റെടുക്കുന്നേ. എന്തായാലും ഇതൊന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് ഏറ്റെടുക്ക്, പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുക. അവൻ്റെ പ്രശ്നങ്ങളെ ചോദിക്കുന്ന പൈസ തരും, ആ 20%. Just change your thought. The less people have to get to the result they want, the more they are willing to pay. എത്ര കുറച്ച് മെനക്കെടാണോ അത്രയും കൂടുതൽ അവൻ തരാൻ തയ്യാറാണ്. കാശുള്ളവൻ്റെ വേദന എന്താണെന്ന് മനസ്സിലാക്കണം. ആ വേദനയ്ക്കുള്ള പരിഹാരം കൊടുക്കണം, അവൻ കാശ് തരും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ദരിദ്രനെ പ്രീതിപ്പെടുത്തിയാൽ അവൻ എന്ത് തരും നിങ്ങൾക്ക്? അവൻ്റെ കയ്യിൽ ആകെയുള്ള ദാരിദ്ര്യം, അത് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്ത് തരും. ഒരു സമ്പന്നനെ പ്രീതിപ്പെടുത്തിയാൽ നിങ്ങൾക്ക് എന്ത് തരും? സമ്പത്ത് തരും, അല്ലേ? എൻ്റെ ചോദ്യം ഇതാ, ആരെയാണ് നിങ്ങൾ സെർവ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്? ആരെയാ സെർവ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് വാട്ട് യു ഹാവ് ടു തിങ്ക്.